ഹലോ മക്കളെ, അപ്പം SSLC റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മാർക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ മാർക്കൊന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സാർ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേരൻസും കൂടെ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേരൻസിനും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ SSLC കഴിഞ്ഞ ഉടനെ നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് സയൻസ് എടുത്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ A+ കിട്ടിയ ഉടനെ നമുക്കൊരു തോട്ട് പ്രോസസ് ഉണ്ട്, നമുക്ക് സയൻസ് എടുത്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 A+ കിട്ടാൻ നിങ്ങൾ അയ്യോ സയൻസ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കൊമേഴ്സ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നിങ്ങളിൽ വരും. എന്ന് പറഞ്ഞാൽ SSLCയുടെ മാർക്ക് വെച്ച് നിങ്ങൾ ഏതർ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനെ നിങ്ങൾ എന്ത് ചെയ്യും, വിലയിരുത്തും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കുറേ കുട്ടികൾക്ക് നല്ലതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ ഫ്യൂച്ചർ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സയൻസിനാണോ ഹ്യൂമാനിറ്റീസിനാണോ കൊമേഴ്സിനാണോ സ്കോപ്പ് എന്ന്. സെക്കൻഡ്, നിങ്ങളെ കൊണ്ട് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ നോക്കണം. തേർഡ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കണം. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റ്, ഇപ്പം എല്ലാവർക്കും സയൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണില്ല, ചാടിക്കറി എടുക്കരുത്. ചില കുട്ടികൾ കൊമേഴ്സ് പഠിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്, അത് പഠി. എല്ലാവരും സയൻസ് എടുക്കുന്നതിൻ്റെ പ്രത്യേകത, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലും തിരിഞ്ഞു പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ സയൻസ് +2 കഴിഞ്ഞ് നമുക്കൊരു 100 ഫീൽഡിൽ പോകാൻ പറ്റുമെങ്കിൽ ഈ 100 ഫീൽഡിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പോഴത്തെ തോട്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ സയൻസ് കഴിഞ്ഞ് നമുക്ക് ഏത് ഫീൽഡിലും തിരിഞ്ഞു പോകാം. 100 ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. +2 കഴിഞ്ഞ് നമുക്ക് 100 ഫീൽഡിൽ പോകാൻ പറ്റുമോ? ഒരൊറ്റ ഫീൽഡിലല്ലേ പോകാൻ പറ്റുള്ളൂ. ആ ഫീൽഡ് ഓൾറെഡി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സയൻസിനെ എടുക്കണമെന്നില്ല, ആ ഫീൽഡിൽ സയൻസ് എടുത്താലേ പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഗോ ഫോർ സയൻസ്. ഇപ്പം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ പോകുന്നു, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുന്നു, നിങ്ങൾക്ക് സയൻസ് എടുത്താലേ പറ്റുള്ളൂ, സയൻസ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് 10A+ ഉണ്ടെങ്കിലും 9A+ ഉണ്ടെങ്കിലും 8A+ ഉണ്ടെങ്കിലും എടുക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആദ്യം അവനവനെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് പറ്റുമോ. കാരണം ഫുൾ A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും സയൻസ് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ കുറേ കുട്ടികൾ ഗ്രേസ് മാർക്ക് കിട്ടിയ ഫുൾ A+ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒക്കെ ടഫ് ആയിരിക്കും. പക്ഷേ ആ കുട്ടികൾക്ക് ഇംഗ്ലീഷ്, ബാക്കി സോഷ്യൽ സയൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ കൊണ്ട് സയൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലേ. കുറച്ച് കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയില്ല, അപ്പം ഗ്രേസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവർ എക്സാമിന് തെറ്റിച്ചതുകൊണ്ടാണ്. കുറച്ച് കുട്ടികളെ ടെൻഷൻ കാണാൻ തെറ്റിക്കും. നിങ്ങൾക്ക് അയ്യോ ഞാൻ തെറ്റിച്ചുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അവർ സയൻസ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ട്, എന്നെ കൊണ്ട് സയൻസ് എടുക്കാൻ പറ്റുമോ. സയൻസ് പഠിക്കാൻ കുറച്ചുണ്ട്, അപ്പോൾ എടുക്കാൻ പറ്റുമെന്നുള്ള തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. കാരണം സയൻസ് എടുത്താൽ എല്ലാ ഫീൽഡിലും പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ പൈസ കൊണ്ട് അമ്മാനമാടുന്ന ഫീൽഡാണ്ടാ കൊമേഴ്സ്. +2 സയൻസ് എടുത്ത കുട്ടിയും ഡിഗ്രിയിൽ കൊമേഴ്സിലോട്ട് തിരിച്ചു. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ നിന്ന് കൊമേഴ്സിൽ ഫോക്കസ് ചെയ്ത് പോയാൽ പോരെ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സയൻസ് നിങ്ങൾക്ക് താല്പര്യമില്ല, ധൈര്യമായിട്ട് കൊമേഴ്സ് ഇടാ. 10A+ കിട്ടി എത്ര കുട്ടികൾ കൊമേഴ്സ് എടുക്കുന്നു. ഈ പാരൻസിൻ്റെ തെറ്റിദ്ധാരണയുണ്ട്, എൻ്റെ കൊച്ചിന് ഫുൾ A+ കിട്ടി, എൻ്റെ കൊച്ച് സയൻസ് പഠിക്കട്ടെ. ആ പിള്ളേർക്ക് കൊമേഴ്സ് താല്പര്യമാണെങ്കിൽ അവരെ കൊമേഴ്സിന് വിടണം. ഈ പൈസ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ഫീൽഡാണ് കൊമേഴ്സ് പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ടിങ്ങോ CA CMA അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചത് വലിയ വലിയ നിലകളിൽ എത്താൻ പറ്റുന്നത്. കൊമേഴ്സ് ഒക്കെ പഠിച്ചാൽ BCom BBA MBA ഒക്കെ എടുത്ത് വലിയ ഈ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് കൊമേഴ്സുകാരനാണ്, സയൻസ് പഠിച്ചവനല്ല. കൊമേഴ്സുകാരൻ നല്ല സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനൊക്കെ പോയി ഇൻവെസ്റ്റ്മെന്റും തുടങ്ങി കോടീശ്വരനായി മാറും. മനസ്സിലായോ? കൊമേഴ്സ് നല്ല ഫീൽഡാണ്. ഇനി നിങ്ങൾക്ക് ഈ സയൻസും കൊമേഴ്സും പഠിക്കാൻ പറ്റില്ലെങ്കിൽ, കാരണം എല്ലാ കുട്ടികളും പഠിച്ച് വലിയ നിലയിലാണ്. ചില കുട്ടികൾക്ക് എനിക്ക് +2 ജയിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. കുറച്ച് പഠിക്കാൻ ബാക്കിലോട്ട് അവർക്ക് വേറെ എക്സ്ട്രാ ഒന്നുകൂടി കഴിവുകളായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള പിള്ളേരാണ് നിങ്ങളെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ഈസിയാണെടാ. കാരണം നിങ്ങളിപ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ നിങ്ങൾ പോയി സയൻസ് എടുത്ത് എല്ലാ സബ്ജക്റ്റും തോറ്റ്. കാരണം +1 +2 ജയിക്കത്തില്ല, 10ാം ക്ലാസ് പോലെയല്ല. എഴുതിയില്ലെങ്കിൽ തോപ്പിക്കും, 100% തോക്കും +1 +2. അപ്പോൾ ഒരുപാട് പഠിക്കാറുണ്ട്, നല്ല രീതിയിൽ പഠിക്കാറുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഗോ ഫോർ, നോ പ്രോബ്ലം. അല്ല നിങ്ങൾ അങ്ങനെ കളിച്ചൊക്കെ നടക്കുന്ന പിള്ളേരാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി. ഈസിയാണ്ടാ പഠിക്കാൻ. മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റും ഹ്യൂമാനിറ്റീസ് എടുത്താൽ. അപ്പം ഹ്യൂമാനിറ്റീസ് കുറച്ച് എന്താണ്, ഈസിയാണ് പഠിക്കുക. തിയറിയാണ് കുറച്ച്. സോഷ്യൽ സർവീസ്, സോഷ്യൽ സയൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ. അതും സ്കോപ്പൊക്കെ ഉണ്ട്. സയൻസിൻ്റെ അത്ര ബ്രോഡ് ലെവൽ ഇല്ലെങ്കിലും അതും പഠിച്ച കുട്ടികൾ എന്താ, ഹ്യൂമാനിറ്റീസ് പഠിച്ച് ജിയോളജി പോകാം, നിങ്ങൾക്ക് സോഷ്യോളജി എടുക്കാം, MSW എടുക്കാം, സോഷ്യൽ വർക്ക് ചെയ്യാം, NGOസിലൊക്കെ വർക്ക് ചെയ്യാം. അങ്ങനെ ഹ്യൂമാനിറ്റീസിനും എന്തുണ്ട്, സ്കോപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തിരി പഠിക്കാൻ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം. അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസും എടുക്കാം, കൊമേഴ്സും എടുക്കാം. നിങ്ങളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മെഡിക്കൽ ഫീൽഡിലോ എഞ്ചിനീയറിംഗ് ഫീൽഡിലോ പോകാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഗോ ഫോർ സയൻസ്. അല്ല നിങ്ങൾ കൊമേഴ്സിലായിട്ടുള്ള ഈ BBA MBA അങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കാൻ നിങ്ങളെ ബിസിനസ് മൈൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊമേഴ്സിലോട്ട് തന്നെ പോവുക കേട്ടോ. നല്ല നിലയിൽ ആകാൻ പറ്റും. CA ചാർട്ടേഡ് അക്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ സാലറി ആവുന്ന ഹൈ പ്രൊഫൈൽ ജോബാണ് CA ചാർട്ടേഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. നല്ല പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആ ഫീൽഡിൽ പോയാൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കാനും പറ്റും, നല്ല സാലറി വാങ്ങുന്ന ജോലി കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ
മാർക്ക് വെച്ച് മാത്രം നിങ്ങൾ വിലയിരുത്തല്ലേ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കടാ, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാൻസ് ആണോ ഒക്കെ ബെറ്റർ എന്നൊക്കെ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റ് ആണോ അല്ലയോ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു സജഷൻ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇങ്ങനെയാണ്, എത്ര A+ ആണ് കിട്ടിയെന്ന് ഇടുക. എസ്പെഷ്യലി ഏതൊക്കെ സബ്ജക്റ്റ് ഡീറ്റെയിലുണ്ട്, ഫിസിക്സ്, മാത്സ്, മലയാളം ഇംഗ്ലീഷ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സയൻസ് സബ്ജക്റ്റിനൊക്കെ സോഷ്യലൊക്കെ A+ ആണോ A എന്നാണോ നിങ്ങൾ മാർക്ക് അങ്ങ് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, സാർ എനിക്ക് കൊമേഴ്സ് ആണ് ഇൻട്രസ്റ്റ്, എന്നെ കൊണ്ട് പോകാൻ പറ്റുമോ, അങ്ങനെ ഏതെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ ഇട്ടിരുന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ തരാം. ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ധൈര്യമായിട്ട് എടുത്തോ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം. ആ സജഷൻ നിങ്ങൾക്ക് അത് അതേപോലെ ചെയ്യണമെന്നില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ കളയാം. ബട്ട് ഞാനൊരു സജഷൻ തരാം, അതൊന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു സജഷൻ സാറ് തരാം കേട്ടോ. കാരണം നിങ്ങൾ ചാടി കയറി എനിക്ക് മാർക്ക് ഇല്ല അതുകൊണ്ട് എന്നെ കൊണ്ട് സയൻസ് എടുക്കാൻ പറ്റില്ല അങ്ങനെയും വിചാരിക്കരുത്. എനിക്ക് ഫുൾ A+ കൊണ്ട് ഞാൻ സയൻസ് എന്നെ എടുക്കും അങ്ങനെയും വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ മാർക്ക് വെച്ച് ഒരു സബ്ജക്റ്റ് എടുക്കുന്ന കോൺസെപ്റ്റ് അല്ലാതെ നിങ്ങളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ സബ്ജക്റ്റിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സബ്ജക്റ്റ് എടുക്കണം. പേരൻസും കൂടെ ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുന്നത് നാട്ടുകാരെ കാണിക്കാനാകരുത്, എൻ്റെ കൊച്ച് സയൻസ് പഠിക്കുന്നു, എൻ്റെ കൊച്ച് ആ ഒരു ഇതിനു വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കുട്ടികളെ മനസ്സിലാക്കി അവരെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഇതിലാണ് ഇൻട്രസ്റ്റ്, അവരെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നയിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റായിട്ട് അതിനുള്ള കമൻറ്റ്സ് ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെ ഡൗട്ട്സ് ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഡൗട്ട്സ് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യുക കേട്ടോ. ആ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യാം അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ബൈ.